ഹായ്, വെൽക്കം ടു കലവറ. ഇന്നൊരു സ്വീറ്റ് ബോളാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡേറ്റ്സ്, പീനട്ട്, ബിസ്ക്കറ്റ്, കണ്ടൻസ്ഡ് മിൽക്ക്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കതൊന്ന് ചെയ്ത് തുടങ്ങാം. ആദ്യം ബിസ്ക്കറ്റ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് പൊടിച്ചാൽ മതി. തീരെ പൗഡറൊന്നും ആകണ്ട. ചെറിയ തരിയൊക്കെ ഉണ്ട്. തരിയോടുകൂടി തന്നെയാണ് ഇറക്കുന്നത്. കപ്പലണ്ടി അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിരിക്കുകയാണ്. ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിനൊന്നും പ്രത്യേകിച്ചൊരളവ് പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ കൂടുതൽ ചേർക്കേണ്ട. ഇപ്പോൾ ഡേറ്റ്സ് കൂടുതൽ വേണമെന്നില്ല. അങ്ങനെ ഡേറ്റ്സ് കൂടുതൽ ചേർക്കുമ്പോൾ ബിസ്ക്കറ്റും കൂടെ കുറച്ചുകൂടെ കൂട്ടണമെന്നുള്ളതേ ഉള്ളൂ. ഡേറ്റ്സ് എടുക്കുമ്പം കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ആ ടൈപ്പ് വേണം ഡേറ്റ്സ് എടുക്കേണ്ടത്. ഒത്തിരി ഡ്രൈ ആയിട്ടുള്ളത് എടുക്കാതിരിക്കുക. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ്, ഇതിനൊരു മയം വേണം. അതിനാണ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. അതിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ബോളാക്കി എടുക്കാൻ പറ്റുന്ന അത്രയും ചേർത്താൽ മതി. നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഇതാണ് അതിൻ്റെ പരുവം. ഇനി ഓരോന്നും ചെറിയ ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. ഈ സ്വീറ്റ് ബോൾസ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്നൊരു സ്വീറ്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡേറ്റ്സും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് കപ്പലണ്ടി ഇതൊക്കെ ആയതുകൊണ്ട് ഗുണമുള്ള സാധനമാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.